എല്ലാവർക്കും സ്വാഗതം. 1975 ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ എന്ന ആ ജനാധിപത്യ ദംശനം നടപ്പാക്കുകയുണ്ടായി. അത് സാധാരണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നെങ്കിലും അതോടൊപ്പം തന്നെ വിദേശ രാഷ്ട്രങ്ങളുടെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാകുന്നു എങ്കിലുമാണ് സാധാരണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. ഇത് നേരെ മറിച്ച് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന് നിലനിർത്താൻ വേണ്ടിയിട്ട്, ആ തെരഞ്ഞെടുപ്പിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജനാധിപത്യം കശാപ്പ് ചെയ്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടനയ്ക്ക് ലോക സംഘർഷ സമിതി എന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ആ സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ, അതായത് 1975 നവംബർ 14 തൊട്ട് രാജ്യവ്യാപകമായി സത്യാഗ്രഹ സമരങ്ങൾ, ഗാന്ധിയൻ മാതൃകയിലുള്ള സത്യാഗ്രഹ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെ ആൾ ഇന്ത്യ ബേസിൽ ഏതാണ്ട് 1,75,000 പേര് സമരത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ ഏതാണ്ട് 7,500 പുറത്ത് ആൾക്കാർ അതിൽ പങ്കെടുത്തു. ആ സമരത്തിൻ്റെ കേരളത്തിലെ ഒരു വിശേഷം എന്ന് പറയുന്നത്, കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഈ മർദ്ദനങ്ങൾ, പോലീസിൻ്റെ മർദ്ദനങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അങ്ങനെ DIR, മിസ ഈ തരത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ആണ് ഉണ്ടായത്. പക്ഷെ കേരളത്തിൽ അന്ന് ശ്രീ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ക്രൂരമായ മർദ്ദനങ്ങളാണ് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ നേരെ പ്രയോഗിച്ചത്. നമ്മളാരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ക്രൂരമർദ്ദനങ്ങളാണ്. ഏതാണ്ട് 17ഓളം മർദ്ദന മുറകളാണ് അന്ന് ലോക്കപ്പിൽ വെച്ച് ഇവിടുത്തെ കേരള പോലീസ് നടപ്പാക്കിയത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. സത്യത്തിൽ ഒരു മനുഷ്യത്വരഹിതമായ, മനുഷ്യത്വഹീനമായ മർദ്ദനങ്ങളാണ് നടന്നത്. അതിന് പല പേരുണ്ട്. ഏതാണ്ട് 17ഓളം മർദ്ദന മുറകളുണ്ടായി. അത് കാവടിയാട്ടം, കസേരയിരിപ്പ്, ക്ലിപ്പ്, പട്ടിപ്പൂട്ട്, അങ്ങനെ തുടങ്ങിയുള്ള തുടങ്ങിയുള്ള മർദ്ദന മുറകളാണ് ചെയ്തത്. ഉരുട്ടൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, അങ്ങനെ ആ സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾക്കും എനിക്കും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും പ്രതികരിക്കാനുമുള്ള അവസരം ഉണ്ടായത് അന്ന് രാഷ്ട്രീയ സ്വയംസേവ, അതായത് RSSൻ്റെയും ജനസംഘം, അതോടൊപ്പം തന്നെ ചില സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഈ സമരവുമായി മുന്നോട്ടിറങ്ങി, ഈ അടിയന്തരാവസ്ഥയ്ക്ക് വിരുദ്ധമായ സമരവുമായി മുന്നോട്ടിറങ്ങി അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തി 21 മാസങ്ങൾക്ക് ശേഷം. അതുകൊണ്ടാണ് മനുഷ്യന് ഇന്ന് സ്വാതന്ത്ര്യമായിട്ട് ഇന്ന് സംസാരിക്കാനും ഒരുമിച്ച് കൂടാനും സാധിക്കുന്നത്. ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നമ്മൾ എമർജൻസി വിക്ടിംഗ് അസോസിയേഷൻ കേരള ഘടകം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ 2016 കേരളത്തിൽ വരുന്ന സമയത്ത് അന്ന് ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള വൈക്കം ഗോപകുമാർ ഒരു മെമ്മോറാണ്ടം കൊടുത്തു. ഇന്ന് 7,500ഓളം വരുന്ന കിടപ്പ് രോഗികൾ, മുഴുവൻ കിടപ്പ് രോഗികൾ എല്ലാവരും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ നിത്യേന ഉള്ള ജീവിതത്തിന് മാർഗമില്ല. അതോടൊപ്പം തന്നെ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. അന്നത്തെ ഈ സമരത്തിന് പോയിട്ടുള്ള ആൾക്കാർ ഒരു 95% പാവങ്ങളാണ്. അവരിന്ന് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് കേരളത്തിലുള്ള. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്, ഈ എഴുന്നേക്കാൻ നിവൃത്തിയില്ല, നടക്കാൻ നിവൃത്തിയില്ല, താങ്ങിക്കൊണ്ടുപോകേണ്ട അവസ്ഥ, വടിയൂന്നി നടക്കേണ്ട അവസ്ഥ, പിന്നെ നിത്യേന മരുന്നുകളും ചികിത്സയുമായി കഴിയേണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്.
അപ്പോൾ അവരുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത് 2015. ആ സംഘടനയ്ക്ക് രൂപം കൊടുത്തതിന് ശേഷമാണ് 2016 പിന്നെ പ്രധാനമന്ത്രി കോഴിക്കോട് വരുന്ന സമയത്ത് നമ്മളൊരു മെമ്മോറാണ്ടം കൊടുത്തു. അതിന് ഒരു ഫലങ്ങളും കാണാൻ സാധിച്ചില്ല. 2017 നമ്മൾ ഡൽഹിയിൽ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് കൂടി കേരളത്തിൽ നിന്ന് ഏതാണ്ട് 150ഓളം പേര് ആ സമരത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ച് നമ്മുടെ പിന്നെ ഇവിടുന്ന് ഒ രാജഗോപാൽ, പിന്നെ രാജേട്ടൻ, പിന്നെ രാംപിള്ള സാറ്, അതോടൊപ്പം തന്നെ നമ്മുടെ സംഘത്തിൻ്റെ RSSൻ്റെ ഇപ്പോഴത്തെ ദക്ഷിണ മേഖലാ കാര്യവാഹ് M രാധാകൃഷ്ണൻ അവരൊക്കെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. ആ പങ്കെടുത്ത കൂട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജു അദ്ദേഹം പിന്നെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് മോണിക്ക അറോറ അവർ ആ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ അവരെല്ലാം അതിൽ വേണ്ട സഹായങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം നമ്മൾ പിന്നെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൻ്റെ ചാർജുള്ള കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി ചർച്ച നടത്തി. അങ്ങനെ അദ്ദേഹത്തിനെ കാര്യങ്ങൾ ബോധിപ്പിച്ചു. അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ നടന്നു. പിന്നെ പല പ്രാവശ്യം കേന്ദ്രത്തിൽ ഈ മെമ്മോറാണ്ടം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവർണർക്ക് ഇതിൻ്റെ പ്രതിനിധികളായിട്ട് നമ്മൾ പോയി ഒരു അരമണിക്കൂറോളം മുക്കാൽ മണിക്കൂറോളം അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇതിലൊരു മെമ്മോറാണ്ടം കൊടുത്തു. അദ്ദേഹം വേണ്ടതിൽ പരിഹരിക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിന്നെ പിണറായി വിജയൻ അദ്ദേഹത്തിനെ പോയി കാണുകയുണ്ടായി. അദ്ദേഹം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കട്ടെ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണ് ഉണ്ടായത്. എല്ലാ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ഇതിൻ്റെ ലിസ്റ്റ് എടുത്ത സമയത്ത് ഏതാണ്ട് 7500ഓളം പേര് ഈ പിന്നെ ഇങ്ങനെ RSSും ജനസംഘവുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട്. ഒരു 500 താഴെയുള്ള ആൾക്കാരാണ് ഈ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ഇതിൽ വരുന്നത്. പക്ഷേ അടിയന്തരാവസ്ഥയിൽ CPI അന്നത്തെ ഭരണകൂടമായിരുന്നു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും K കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ CPM ആയിരുന്നു അതിനെതിരെ ഉണ്ടായിരുന്നത്. പക്ഷേ CPMന് നേതാക്കന്മാരെ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാരെ സമരം ചെയ്തല്ല അറസ്റ്റ് ചെയ്തത്. അവരെല്ലാം പോലീസ് പിന്നെ ചെന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ RSSകാരും ജനസംഘക്കാരും ഇതിനെതിരെ പ്രകടനം നടത്തി സമരം ചെയ്ത് മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സർക്കാരിൻ്റെ മുന്നിൽ ഈ അപേക്ഷകൾ കൊടുക്കുകയും പിണറായി വിജയൻ്റെ മുമ്പിൽ ഈ അപേക്ഷ കൊടുക്കുകയും ചെയ്ത സമയത്തിന് പിണറായി വിജയൻ അവസാനം പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരല്ല ചെയ്യേണ്ടത്, കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ 12 സംസ്ഥാനങ്ങളിൽ ഈ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് വരിച്ച ആൾക്കാർക്ക് പെൻഷനും ചികിത്സാ സഹായവും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കേന്ദ്ര സർക്കാരിനോട് മാത്രമേ ആവശ്യപ്പെടാനുള്ള അവസരങ്ങളുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതിനൊരു നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ പേരിലാണ് അതായത് നവംബർ മാസം 14-ാം തീയതി, അതായത് നാളെ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ കോഴിക്കോടും ഈ തെക്കൻ കേരളത്തിലെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ കോട്ടയത്തുമായിട്ട് സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് കോഴിക്കോട് മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ CK പത്മനാഭൻ അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് പിന്നെ ശ്രീ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K രാമപിള്ള സാറ് അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളിപ്പം ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് ഇറങ്ങുവാനുണ്ടായ ഒരു സാഹചര്യം.